പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കുന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇംപെക്സിൻ്റെ ഒരു എമർജൻസി ലാമ്പ് എങ്ങനെ സർവീസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ്. ഈ ഇംപെക്സിൻ്റെ മോഡൽ നമ്പർ IL698 എന്നുള്ളതാണ്. ഇതിൽ LED ചിപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ള ലാമ്പാണ്. അതുകൊണ്ട് കൂടുതൽ സമയം ഇതിൻ്റെ ലൈറ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നതാണ്. ഇതിൻ്റെ ഇന്നർ PCB ബോർഡാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഫോൾട്ട് എന്നാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഇതിൻ്റെ ഫോൾട്ട് പ്രധാനമായിട്ടും ഇതിൻ്റെ ബാറ്ററി ചാർജിങ് സെക്ഷൻ്റെ പ്രോബ്ലമാണ്. ഇതിൽ കൊടുത്തിട്ടുള്ള പ്രൊട്ടക്ഷൻ ഡയോഡ് ഷോർട്ടായത് കാരണമാണ് ഈ കംപ്ലൈൻറ്റ് വന്നിട്ടുള്ളത്. ഈ ഡയോഡ് പ്രധാനമായിട്ടും ഉപയോഗിച്ചിരിക്കുന്നത് ഓവർ വോൾട്ടേജ് ബാറ്ററിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വോൾട്ടേജിനെ ഗ്രൗണ്ടിലേക്ക് കൊടുത്തുകൊണ്ട് ബാറ്ററിയെയും അതുപോലെ തന്നെ മുഴുവൻ സർക്യൂട്ടിനെയും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡയോഡ് നമുക്ക് ഇവിടെ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഡയോഡ് റീപ്ലേസ് ചെയ്താൽ ഈ സർക്യൂട്ട് പഴയതുപോലെ പ്രവർത്തിക്കുന്നതാണ്. നമുക്ക് ആ ഡയോഡ് ഒന്ന് മാറ്റി നോക്കാം. നമ്മൾ ഈ ഡയോഡ് ഹീറ്റ് കൊടുത്തുകൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണ്. വളരെ നല്ല ക്വാളിറ്റിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു PCB ആണ് ഇംപെക്സിൻ്റേത്. അതുപോലെ തന്നെ ആ കമ്പനി ഈ പ്രൊഡക്റ്റിന് 2 വർഷത്തെ ഗ്യാരണ്ടിയും നൽകുന്നുണ്ട്. പ്രധാനമായിട്ടും ഈ ഗ്യാരണ്ടി ടൈം കഴിഞ്ഞാണ് ഈ ലാമ്പ് കംപ്ലൈൻ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ ഡയോഡ് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഈ PCB ഈ കവറിലേക്ക് സ്ക്രൂകൾ ചെയ്യുകയാണ്. പ്രധാനമായിട്ടും 2 സ്ക്രൂകളാണ് 2 സൈഡിലായിട്ടും ഈ PCBയുടെ ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ച് ഓഫ് മോഡും അതുപോലെ തന്നെ ലോ ലൈറ്റ് ആൻഡ് ഹൈലൈറ്റ് അങ്ങനെ ത്രീ മോഡിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ വയറുകളെല്ലാം തന്നെ നമുക്ക് സ്ലീവ് ചെയ്തിട്ട് ലോക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമുക്ക് ഉള്ള കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാറ്ററി കണക്റ്റ് ചെയ്തതിന് ശേഷം ഈ കേസ് ക്ലോസ് ചെയ്യുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും നമ്മളിപ്പോൾ സ്ലീവുകൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ വയറുകൾ കണക്റ്റ് ചെയ്യുന്നത്. കാരണം വയറുകൾ പൊട്ടിപ്പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഏതൊരാൾക്കും വളരെ സിമ്പിളായിട്ട് തന്നെ ഇത്തരത്തിലുള്ള എമർജൻസി ലാമ്പുകൾ സർവീസ് ചെയ്യുവാൻ സാധിക്കും. കാരണം നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോൾട്ട് വളരെ പെട്ടെന്ന് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ബാറ്ററി ഇപ്പോൾ കണക്റ്റ് ചെയ്യുകയാണ്. ബാറ്ററി വയേഴ്സ് അതിൻ്റെ പ്ലേസിൽ നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3Ah4 വോൾട്ട് ലെഡ് ആസിഡ് ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കേസ് നമ്മൾ ക്ലോസ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മുടെ എമർജൻസി ലാമ്പ് ചാർജ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചാർജിങ് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സമയം ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഓണാക്കി നോക്കാം. അതെ, ഇപ്പോൾ ഇംപെക്സ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ലൈറ്റ് ഔട്ട്പുട്ട് തരുന്നുണ്ട്. ഈ ചെറിയ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.